ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ കുറച്ച് വിറകൊക്കെ തട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അട്ടി വെക്കലും ഇതൊക്കെയാണ് കേട്ടോ പണി. ഉമ്മാക്ക് അതവിടെ കിടന്നിട്ട് ഇങ്ങനെ സൈക്കിളില്ലേനി. അപ്പോൾ ഇന്ന് ഫുള്ളും അത് അട്ടിവെക്കലും ഇതൊക്കെയാണ് പരിപാടി. അപ്പം രാവിലത്തെ ചെറിയൊരു ഭാഗം ഞാൻ വീഡിയോ എടുത്തിന് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരിട്ടോ. അപ്പോൾ രാവിലെ തന്നെ നീച്ചപ്പോൾ കാണുന്ന പണി ഇതാണ് കേട്ടോ. വെളിച്ചം വെച്ചപ്പോൾ തന്നെ ഇറങ്ങിക്കണ് തോന്നുന്നുണ്ട്. നേരെ വെളുക്കുമ്പോൾ ഇറങ്ങിയ പണിയാണ് കേട്ടോ. അതിന്മേൽ കുറച്ചൊരു പഴയ വിറക് കുറച്ചുണ്ടായിനി, അതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടിക്കാണ്ട് പുതിയ ഇതൊക്കെ അതിന്മേൽ ഉണ്ടായിരുന്നതാട്ടോ പഴയത്. പിന്നെ അത് നമ്മളെ ടേബിളിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. ഒക്കെ മുറ്റത്താട്ടോ ഇപ്പോൾ ഉള്ളത്. ടേബിളും ഗ്ലാസ്സൊക്കെ മുറ്റത്താണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഒഴിവാക്കിയൊരു ബെഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വെച്ചേക്കാട്ടോ. ഇല്ല എവിടെയെങ്കിലും വെച്ചത് തട്ടി വീണ് പൊട്ടണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ആ ബെഡിൽ വെച്ചതാട്ടോ. അതിൻ്റെ ഷീറ്റൊക്കെ ഇപ്പോൾ അതിന്മേൽ ഊരി ചാടിക്കണ്ട് കേട്ടോ. അപ്പോൾ വിറക് ഈ മൂലയെ കാണുന്നത്, ബാക്കി കുറച്ച് മട്ടി വെച്ചിട്ടോ. പിന്നെ ഞാനും കൂടിയിട്ടോ അട്ടിയേക്കാൻ. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി പിന്നെ അത് തീർത്താരായിട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ നൂറൂന്ന് റോട്ടുമെന്ന് ഇങ്ങോട്ട് അടിക്ക് തട്ടിയതേനിട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അട്ടി ആ ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് സുഖമില്ലേ, പിന്നെ ഏറ്റി പോകണ്ടീനിട്ടോ. അപ്പോൾ അകത്തേക്ക് ഞങ്ങൾ രണ്ടാളും പിന്നെ അട്ടിയൊക്കെ കഴിഞ്ഞാരായിട്ടോ അകത്തേക്ക് കയറി. അതുവരെ പിന്നെ ഞങ്ങൾ വന്നില്ല. അപ്പോൾ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇനി. അപ്പോൾ വാപ്പ ഇതാക്കണ് നമുക്ക് ചോറൊക്കെ കൊണ്ടുവന്ന് നിൽക്കണം കേട്ടോ. ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണി കേട്ടോ. പിന്നെ അതൊക്കെ തിന്ന് ഞങ്ങൾ ഒക്കെ വെച്ച് അട്ടി വെച്ച് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇനി. സാധാരണ ഞാൻ അമ്മനോട് പറയും ഇങ്ങനത്തെ പണിക്കൊക്കെ ഇറങ്ങുമ്പോൾ ആദ്യം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെക്കണം, എന്നിട്ട് ഇങ്ങനത്തെ പണിക്ക് നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പണിയും കഴിഞ്ഞ് ചെല്ലുമ്പോൾ അമ്മക്ക് ചോറുന്നാ ചോറുണ്ടാവില്ല. ലാസ്റ്റ് അമ്മക്ക് വാപ്പ കൊണ്ടുവന്നതിനോട് ചോറ് കിട്ടി. അന്ന് നമ്മൾ പുറത്തുനിന്ന് ചോറ് ബിരിയാണി വാങ്ങിയിട്ടോ. ബിരിയാണി ഇങ്ങനെ കുറേ ആയി അങ്ങനെ ബിരിയാണി തിന്നിട്ട് കേട്ടോ. അപ്പോൾ അടുത്തൊന്നും അങ്ങനെ തിന്നിട്ടില്ല. അപ്പം ബിരിയാണി വാങ്ങി, ബീഫ് ബിരിയാണി തന്നെട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങി തിന്ന് ഇപ്പോൾ വൈകുന്നേരം ആയപ്പം പുറത്തിറങ്ങിയതാട്ടോ. ഇങ്ങനത്തെ പണികളൊന്നും പിന്നെ അമ്മക്ക് ഐഡിയ ഇല്ലല്ലോ. ഉമ്മ ഒറ്റക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ എപ്പോഴോ ഇറങ്ങിക്കണ്. രാവിലെ ചായക്കടി ഉണ്ടാക്കി അപ്പം തന്നെ ഇറങ്ങിക്കണ ഉമ്മ പണിക്ക് കേട്ടോ. എന്നിട്ട് ഉമ്മ ഒറ്റക്ക് എടുക്കുകയാണ്. അപ്പം പിന്നെ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നപ്പം പിന്നെ എന്നാൽ കൂടി കൊടുക്കുക വിചാരിച്ചാണ്ട് അങ്ങനെ ഞാനും സഹായിക്കാൻ ഇറങ്ങി. അതോട് തീർന്നിട്ടൊന്ന്, അല്ലെങ്കിൽ ഇന്ന് തീരൂല. എന്നിട്ട് വാപ്പ അറിയിട്ട് വാപ്പ 1 മണിക്കൂറോട് കയറ്റിയ സാധനമാണ് നിങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെ അട്ടി വെച്ചത്. അപ്പോൾ വിറക് ഇല്ലേന് കേട്ടോ. നമുക്ക് ഗ്യാസ് മേലെ തന്നെ അധികവും പണികളൊക്കെ എടുക്കൽ. ചോറ് മാത്രം അടുപ്പത്ത് ഉണ്ടാക്കലുള്ളതിന്. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് കിട്ടുന്നില്ല കേട്ടോ. എന്നോ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതുവരെ ഗ്യാസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഉള്ളൊരു കുറ്റിയുണ്ട്, അതിന് ചുടുവെള്ളമെങ്കിലും കാച്ചാലോ എത്തിക്കാണ്ട് അങ്ങനെ യൂസ് ചെയ്യലുമില്ല. പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഗതികേടല്ലേ ചായ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതങ്ങനെ യൂസ് ആക്കലില്ല. അപ്പോൾ വിറക് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ വിറകൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ മഴ പെയ്യുമ്പോഴത്തേനും അതൊക്കെ എവിടെയെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇട്ട് ഷീറ്റിട്ട് മൂടണമല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടുന്നത് പരിപാടി. അപ്പോൾ നമ്മളെ കൊണ്ട് ഈ പണിയൊന്നും പറ്റില്ല കേട്ടോ. നമ്മളൊന്ന് അങ്ങനെ ഇറങ്ങി സഹായിച്ച്. ഇപ്പം അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ വിറക് പണിക്കൊന്നും ഞാൻ നിന്നിട്ടില്ല. പണ്ടൊന്നും നിന്നിട്ടൊന്നുമില്ല കേട്ടോ. വേറെ കാര്യം. അപ്പോൾ ഉമ്മച്ചി ഇതാക്കണപ്പോൾ കുറച്ച് വിറക് ഞങ്ങൾ ചതലപ്പോത്തിനും പിടിച്ചിട്ടോ. അവിടെ നിന്ന് തട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോത്തിനും ചതൽ പിടിച്ച്. അപ്പം പിന്നെ അത് ചതലുള്ളതൊക്കെ മാറ്റിയിട്ടിനി. അത് നപ്പം കത്തിക്കാൻ വിചാരിച്ചാണ്ട്. അപ്പം ഉമ്മച്ചി ആ മാറ്റിയിട്ടത് കൊണ്ടുപോയി അകത്തേക്ക് വെക്കാട്ടോ അമ്മ. അപ്പോൾ ഞങ്ങൾ അട്ടി വെച്ചതൊന്നും ഫുള്ളായിട്ടുള്ളതൊന്നും ഞാൻ പിന്നെ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ അട്ടിൻ്റെ വിറകട്ടിട്ടോ. അട്ടി അറിയുമ്പോൾ എന്താ സാധനം. വിറകട്ടിൻ്റെ ചുറ്റോറും കുറേ ചമ്മലും ചണ്ടിയൊക്കെ ഉണ്ടായിനി. അത് ഉമ്മ കുറച്ച് അവിടെ കൂട്ടിയിട്ട് കത്തിച്ചതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം വിറക് ഇതാ ഫുള്ളായ്മ വെച്ച് അട്ടി വെച്ച് ഇനി അവിടെ കുറച്ച് ഓലക്കൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ കറക്കാനുള്ളതാട്ടോ. പുകണ്ട അതൊക്കെ കറക്കാണ്ട് പിന്നെ ഉമ്മച്ചി അവിടെ ഉണ്ട് കേട്ടോ. മറ്റതൊക്കെ കൊണ്ടേക്കുന്നുണ്ട്. അതാ ഫുള്ള് അട്ടി വെച്ച് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ വിറകുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉമ്മച്ചി അടുക്കളയിൽ കൊണ്ടുപോയിട്ടോ കത്തിക്കാൻ. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഈ തേക്കിൻ്റെ ഇലയൊക്കെ അത് അടിച്ചുകൂട്ടി ചൂടാൻ പോവാട്ടോ. അല്ലമ്മ നിങ്ങളെയൊന്നും എടുത്തില്ല. അപ്പോൾ തീയിടാൻ പോവാട്ടോ. ഫുള്ള് തീയിട്ടില്ലെങ്കിൽ മഴയാണ്ട് പെയ്തില്ലെങ്കിൽ ഒക്കെ പാടെ ചീഞ്ഞിങ്ങോട്ട് ഇതാവും. ഇത് നമ്മളെ പഴയ പേരൻ്റെ ഓടുകളാട്ടോ. അത് ഫുള്ള് പഴയ പേരൻ്റെ ഓടുകളാണ്. ഇവിടെയാണ് നമ്മൾ ഷെഡ് ഉണ്ടാക്കിയത് ഈ കാണുന്ന സ്ഥലത്ത് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ തീയിടലും ചണ്ടിയൊക്കെ കത്തിക്കലൊക്കെ നമ്മളെ ഉമ്മമാൻ്റെ പണി തന്നെ കേട്ടോ. കഴിഞ്ഞ വർഷം കൂടി ഉമ്മമ്മ ഇങ്ങനെ ആകെ ചണ്ടിയൊക്കെ തീയിട്ടും കത്തിച്ചൊക്കെ ചെയ്തില്ല അമ്മ. അപ്പോൾ ഇപ്രാവശ്യമല്ല ഞമ്മക്കാണ് ഇതൊക്കെ കിട്ടിയത് പണിക്ക്. ഞമ്മ പരിസരമൊക്കെ നന്നാക്കട്ടെ. ഇല്ലെങ്കിൽ ഉമ്മമ്മേനിട്ട് ആകെ ചണ്ടി ഫുള്ളും അടിച്ചെരി കൂട്ടി
തീയിടും കേട്ടോ. എന്നിട്ട് ഈ മതിലുമ്മ കൂടെ കയറും തീ. എന്നിട്ട് പിന്നെ വെള്ളമായിട്ട് പായലേനില്ല. അഥവാ റോട്ടുമ്മൊക്കെ എത്തിയാലേ അവിടെ ഈ ഇതൊക്കെ ഉള്ളതല്ലേ, നമ്മളെ സർവീസ് വയറുകളൊക്കെ ഉള്ളതല്ലേ, അതിനൊക്കെ അഥവാ ആരാൻ്റെ പെരൻ്റെ ഒക്കെ തീയെത്തിണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. എന്നിട്ട് ഞാനും ഉമ്മയൊക്കെ വെള്ളം കൊണ്ടുപോയി റൊട്ടുമൊക്കെ. ഇമ്മമ്മ എവിടെയാണ് തീയിടും, നേരെ നുറുക്കൊക്കെ കത്തും കേട്ടോ ഇമ്മമ്മ. എന്നിട്ട് നേരെ ഈ മതിൽമേലൊക്കെ ഉണങ്ങി പിടിച്ച കുറേ ഇപ്പം ആ പുല്ലുകളൊന്നും ഇല്ലേ, അതാണ് നുറൂലൊക്കെ. ആ പുല്ലൊക്കെ ഇട്ട് പാളി അങ്ങോട്ട് പോകും. എന്നിട്ട് നുറൂക്കോട്ട് പോകും തീ. ഉമ്മച്ചി ഇതാ തീയൊക്കെ ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ തീയൊക്കെ ഇട്ട് ചണ്ടിയൊക്കെ ഒഴിവാക്കട്ടെ. ഇവിടെ ഇനി ഫുള്ള് വറക്കാണ്, നമ്മൾ അപ്പുറത്ത് കട്ടി വെച്ചതാട്ടോ. ഇടിയും ഇതൊക്കെ ഒരു സൗണ്ടൊക്കെ കേട്ടിന്. അപ്പോൾ ഒന്ന് മഴ പെയ്യുമെന്നൊക്കെ വിചാരിച്ച് വേഗം ഉമ്മ ഒത്തുക്ക് വെക്കാനും വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോൾ മഴയൊക്കെ പോയിക്കണം കേട്ടോ. നല്ല ഇനിയിപ്പോൾ ഷീറ്റിട്ട് മൂടിയില്ലെങ്കിൽ അഥവാ രാത്രിയായിട്ട് മഴ ചെയ്താൽ പിന്നെ അട്ടിവെച്ചതൊക്കെ വെറുതെ ഒക്കെ നനയും. നല്ല ചൂടുണ്ട് കേട്ടോ. വൈകുന്നേരം അതിനിപ്പോൾ സമയം 5:30 ഒക്കെ ആയിന്. പക്ഷെ എന്നാലും നല്ല ചൂട് കേട്ടോ. ചൂടിങ്ങനെ ആവിക്കാം. മിക്കവാറും മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ചൂടുള്ള ദിവസമാണ് മഴ പെയ്യൽ. അപ്പോൾ നമ്മൾ ചോറൊക്കെ തിന്നുകാണ്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ കടന്ന് നീച്ചൊക്കെ ഇറങ്ങിയതാട്ടോ. ഉച്ചയായപ്പോഴത്തേനും അട്ടിയക്കൽ ഇതൊക്കെ തീർത്ത് പിന്നെ അങ്ങനെ ഇറങ്ങിയതാട്ടോ. ഇന്ന് പണിക്കാരില്ല കേട്ടോ. ഒന്ന് ഞായറാഴ്ചയല്ലേ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണിക്കാരില്ല, അവൾക്ക് ലീവാണ്. അപ്പം എന്നാൽ പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കരുതാണ്ട് ഇറങ്ങിയതാട്ടോ. ഇനിയും ഉണ്ട്, ഇനി ഓലക്കൊടി കറക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി പിന്നെ ഒരു ദിവസമാണ്. ഇനി പണിക്കാരില്ലാത്ത എന്നാണ് ഇനി അത്. അല്ലെങ്കിൽ പിന്നെ പണിക്കാർ പോയിട്ട് ഒരു 2 മണിയായാൽ പോണ ആൾക്കാരാട്ടോ. ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ ഇനി ഓല് പോയിട്ട് എടുക്കേണ്ടി വരും. എങ്ങനെയാണെന്നറിയില്ല. ഉമ്മക്ക് ഓരോ മൂഡ് പോലെയാണ്. ചിലപ്പോട്ട് ഇറങ്ങും വിചാരിക്കാതെ. ഇന്നലെ പറഞ്ഞതാട്ടോ, ഇന്ന് ഇതാണ് പണി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടൈലൊട്ടിക്കലൊക്കെ ഏകദേശം വിരിക്കലൊക്കെ കഴിഞ്ഞ് സൈഡ് ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. വെള്ളം പറന്നിട്ടതാട്ടോ. വെള്ളം പാരണല്ലോ ടൈൽസ് ഒട്ടിച്ചാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം പറന്നിട്ടതാണ്. ഇനി ഈ കോണിപ്പടി ഒട്ടിക്കാണ്ട് കേട്ടോ. ആ റൂമും ഈ റൂമും ഒക്കെ ഒട്ടിച്ച് കരവൊക്കെ വെച്ചു കേട്ടോ. അവിടെ കൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓല് പറഞ്ഞാൽ മൊത്തത്തിൽ വരെ മുഴുവൻ ഒട്ടിക്കുന്നിട്ടാണ് പിന്നെ കരവും ഇതൊക്കെ വെക്കലെന്ന്. പക്ഷെ അപ്പം വാപ്പ പറഞ്ഞ് നിങ്ങൾ ഇവിടെ മുഴുവൻ ഇപ്പോൾ എടുത്ത ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം അങ്ങോട്ട് ഫുള്ളാക്കിയാൽ എന്നിട്ട് നിങ്ങൾ അപ്പുറത്തെ റൂമിലേക്കും അതേപോലെ അടുക്കളേക്കും വന്നോളി. എന്നാൽ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് കിടക്കാം. ഇവിടെ ഒന്നാണ്ട് സെറ്റ് ആയാലും ഉണങ്ങി റെഡി ആയാലും നമുക്ക് ഇങ്ങോട്ട് കിടക്കാമല്ലോ. പായൊക്കെ വിരിച്ചാണ്ട് ഇങ്ങനെ കിടക്കാം. എന്നാൽ പിന്നെ വേറെ അങ്ങോട്ട് പോകണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഉമ്മാൻ്റെ അടുക്ക് പോകുന്നൊക്കെ പറഞ്ഞ് നാളെ വരാമെന്നൊക്കെ പറഞ്ഞാണ്ട് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. പക്ഷേ പോയിട്ടില്ല. കാരണം ആ ഭാഗത്ത് നമ്മൾ കടുത്ത കട്ടിലും ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഷീറ്റൊക്കെ കേട്ടോ. അടുത്തും മാറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടും പോയിട്ടില്ല, പോകേണ്ടി വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ഫുള്ള് തീർത്തിട്ട് അങ്ങോട്ട് കോണിയും സിറ്റൗട്ടും ഒക്കെ തീർത്തിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്നാണ് വാപ്പ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ഫുള്ളായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിനോട് എന്നാൽ അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കിടക്കാനും സുഖമായി, ഇല്ലെങ്കിൽ ഒക്കെ ബുദ്ധിമുട്ടല്ല. അതാ പറഞ്ഞത്, നമ്മളൊരു കുടിർക്കൽ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാതൊക്കെ നല്ലത്. ഇത് അങ്ങോട്ട് ഇടലും ഇങ്ങോട്ട്. ഇനി സാധനം മുഴുവൻ പുറത്താട്ടോ. ഞാൻ അത് മുഴുവൻ നമുക്ക് അകത്ത് കാക്കണമെങ്കിലൊക്കെ എത്ര പണിയുണ്ട്. പിന്നെ അതുപോലെ ഫുള്ള് വലിയ ടൈൽസ് കട്ട് ചെയ്യണേന് പൊടിയാട്ടോ, ഫുള്ള് പൊടിയാണ്. അപ്പോൾ അതൊക്കെ കഴുകാതെ ഒത്തുക്ക് ഇടാനും പറ്റൂല. ഇത് നമ്മൾ പാടും കണ്ടൊക്കെയാണ് കേട്ടോ. നമ്മൾ പരിസരം ഫുള്ളും ഇങ്ങനെ കേട്ടോ, തോടും പാടും കണ്ടൊക്കെ ആയിട്ട് ഇമ്മഞ്ഞു തട്ടിമൊക്കെ കൊണ്ടിടുന്നത്. ഇപ്പോഴത്തെ സീറ്റാട്ടത്. സീറ്റ് എങ്ങനെ കൊണ്ടിടുന്നതിനറിയോ, കസാല നീക്കാതെയും ഇതാക്കാതെയും കൊണ്ട് നടന്നതിന് കീറും പറഞ്ഞിക്കാണ്ടേ ആ ഷീറ്റിനെ ഇപ്പോൾ എടുത്ത് പുറത്ത് കിട്ടെ. ഇപ്പോൾ അടുത്തൊന്നും അടിയിടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇപ്പോൾ ഇത് നമ്മളെ ടൈലിട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. ഒട്ടിച്ചിട്ടും രസമൊക്കെ ഉണ്ട് കേട്ടോ. ഈ റൂമൊക്കെ ഒട്ടിച്ചിട്ടോ. ഇതാണ് നമ്മളെ റൂമൊക്കെ ഒട്ടിച്ച് വെള്ളം പറന്നിട്ടതാട്ടോ അമ്മ. ഇതുമലൊക്കെ ഉള്ള പൊടി ഉണ്ടല്ലേ, ഇവിടെയൊക്കെ പൊടിയാണ്. ഇനി ഇതൊക്കെ തുടച്ചുണ്ടാക്കണം, കുറച്ച് പണിയുണ്ട് നമുക്ക്. ഇവിടെയൊക്കെ ഫുള്ള് അലമ്പായി കിടക്കുക. അതൊക്കെ തുടച്ച് വൃത്തിയാക്കണമെങ്കിലേ ഫുള്ള് പണിയും കഴിഞ്ഞ് പെരയെ കയറുന്നതിന് ഒക്കൂല കേട്ടോ ഈ പണി. നമുക്ക് ഇൻഷാ അല്ലാഹ് പെരപ്പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഫുള്ള് പണിയും കഴിഞ്ഞിട്ട് കടായാലും വേണ്ടിയില്ല അതായാലും വേണ്ടിയില്ല ഫുള്ളും കഴിഞ്ഞിട്ട് കയറണം ഇൻഷാ അല്ലാഹ്. ഇനി എന്നാന്നറിയില്ല, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോഴത്തെ അവസ്ഥ പോലെ ഉണ്ടാവും. നമ്മളിപ്പോൾ അന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അടിയൊന്നും ഇടണ്ടായിക്കൊന്ന് കയറി കൂടിയാൽ മതി കരുതിയാണ്ട് അങ്ങനെ കയറിയതേനി നമ്മൾ. അപ്പോൾ പഠിച്ചോൻ്റെതാണ്, എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇനിയിപ്പോൾ പൈൻറ്റും കൂടി ഒന്ന് അടിക്കണം കേട്ടോ, എന്നാലേ വീടൊന്ന് ഇതാവുള്ളൂ, റെഡി ആവുള്ളൂ. അതിൻ്റെ ഉള്ളൊക്കെ പാകം അലമ്പാണ്. ഈ ചുമരുമ്പോൾ കൂടെയൊക്കെ ചെതൽ പിടിച്ചത് കീറിയിട്ട് അതും ഇതൊക്കെ ഇപ്പോൾ വെള്ളമായപ്പം ചുമരുമ്പത്തെ കല്ല് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ പുറത്തേക്ക് ഇടും. അതൊക്കെ നല്ല വൃത്തിക്ക് മടക്കി വെക്കണം. ആർക്കെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. ഞങ്ങളങ്ങനെ ഇതിനിപ്പം ഉമ്മാൻ്റെ അവിടെയുള്ള ആ ഒരു പെരക്കാരെ ഷീറ്റ് കൊണ്ടുവന്നിക്കാണ്ട് ഞങ്ങൾ ഷെഡിലൊക്കെ വിരിച്ചിരുന്നത്. അതേപോലെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിട്ട്. ഞാൻ മടക്കി വെക്കണം. ഐസമ്മുണ്ട് മുറ്റത്ത് കൂടെ ആകെ നടക്കണം. നല്ല കൊതുകുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ ഒരു ചെറിയൊരു മഴച്ചാറ്റലിനെ നല്ല കൊതുകുണ്ട്. എന്തൊക്കെ പറഞ്ഞ് നടക്കട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ കുഞ്ഞു വീഡിയോ. ഇന്ന് വിറകട്ടിയൊക്കെ എൻ്റെ പണീൻ്റെ കയ്യായത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉണ്ടപ്പോൾ ഇത് കയ്യുമ്മൽ ഫുള്ളിങ്ങനെ ആ വിറക് ഞാനിങ്ങനെ കയ്യുമ്മ വെച്ച് കൊണ്ടുപോയിട്ട് ആയതാട്ടോ. കൈ ഇങ്ങനെ കണ്ടോ ഉണ്ടല്ലേ, കാണുന്നുണ്ടോയെന്നറിയില്ല. ഫുള്ള് പാടും ഇതൊക്കെ ആയിട്ടോ. ആ വിറക് ഇങ്ങനെ കുത്തി കുത്തി അപ്പം കൈയൊക്കെ ആകെ സീനായിക്കണം. ഉമ്മാനെ സഹായിക്കാൻ പോയതാണ്. അതുകൊണ്ടൊന്നൊരു ബിരിയാണിയൊക്കെ കിട്ടി. രണ്ടാളും പണിക്കിറങ്ങിയോണ്ട് വാപ്പ പോയി ബിരിയാണി കൊണ്ടുവന്നാട്ടോ. ഇല്ലെങ്കിൽ വാപ്പ ഉണ്ടാക്കിക്കോട്ടെ ഒരാൾ ഉണ്ടാക്കിയോളി, ഒരാൾ അട്ടി വെച്ചോളി അറിയത്തെ. രണ്ടാളും അട്ടിയൊക്കെലായതുകൊണ്ട് വാപ്പ പോയി ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് ഐസമോൾ സൗണ്ട് ഉണ്ടാക്കട്ടെ. ഇത് വൈകുന്നേരം ഇതിപ്പം മുറ്റത്ത് തന്നെയാണ്. എന്നിട്ട് ഞങ്ങൾ പൊടിച്ച് അകത്തിട്ട് ഇതുവരെ അകത്തിട്ട് പൂട്ടിക്കാണ്. ഇതേ എന്താ ഓള് എംസാൻ്റെ ഉണ്ടല്ലോ കൊണ്ടുവന്നിട്ടത്. അതിൽ കടന്ന് മുണ്ടല്ല കുട്ടിയെ, അതിൽ കടന്നിക്കാണ്ടും മറിയുക, ചാടി കളിച്ചലും മറിയലൊക്കെ ആയിട്ട്. അപ്പം അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൊടിച്ച് മുറ്റത്തിട്ടതാ. ഞങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ ഞങ്ങളപ്പോൾ ഇറങ്ങിയതാണ്. പിന്നെ കുറച്ച് നേരം മുറ്റത്ത് കളിക്കും വേണമല്ലോ. അപ്പോൾ ഇപ്പോൾ പെര ചുറ്റും ഇങ്ങനെ കാണുമ്പോൾ എന്തൊക്കെ ഒരു ഇതിങ്ങനെ പിന്നെ അതൊക്കെ റെഡിയാക്കി എടുക്കണം. ഇൻഷാ അല്ലാ പഴയ പോലെ ആക്കണം നമുക്ക്. പേരും കൂടിയൊക്കെ ഇനി ഞാൻ ഉമ്മാനോട് നമുക്ക് വെള്ളം അടിച്ചാണ്ട് കേൾക്കുക. അപ്പം പണി എളുപ്പമാവുമല്ലോ. പിന്നെ ബാത്റൂം നമ്മൾ ആദ്യം ടൈലിട്ടതിനോട് അങ്ങോട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് മാതിരി ആയിട്ടോ. അപ്പോൾ ഉള്ളു ടൈലിട്ടപ്പോൾ അത് ഒപ്പര എടുക്കാത്തതിനോടേ ആദ്യം നമ്മൾ ബാത്റൂമൊക്കെ ഇട്ടതല്ലേ. അപ്പോൾ ചെറുതായിട്ട് അത് എടുത്ത് കളിക്കണ്ട കേട്ടോ. എംസാൻ്റെ വാരി കൊണ്ടുവന്ന് കളിച്ചണ പാത്രത്തിലൊക്കെ വാരി കൊണ്ടുവന്നിക്കാണ്ട് കളിയാണ്. ചോറും കൂട്ടാനും ഉണ്ടാക്കിയാണ്. മിറ്റ ചുറ്റോറുണ്ട് എംസാൻ്റെ കൊണ്ടിട്ടത്. പിന്നെ എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖമാണ് കേട്ടോ. കമൻറ്റൊക്കെ ഇടേണ്ട നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട്. നിങ്ങൾ എന്താ കമൻറ്റൊന്നും ഇടാത്തത്? ഇപ്പോൾ പൊതുവേ കമൻറ്റൊന്നും ഇല്ല കേട്ടോ. കമൻറ്റും ഇല്ല, വ്യൂസും ഇല്ല. ഇപ്പോൾ പൊതുവെ വീഡിയോ എടുക്കാനൊന്നൊരു ഇത് കിട്ടണില്ല കേട്ടോ. ഒരു ഇതാണ്, മടിയാണ്. ഇപ്പം ഇങ്ങനെ വ്യൂസും ഇല്ല. അങ്ങനെ എന്തൊക്കെ വാച്ചിങ് അവറാണെങ്കിൽ ഇങ്ങനെ കുറഞ്ഞ് പോവാം. എന്താ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആണോ എന്താണെന്നറിയില്ല. ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് 4000 ആവാനായിനി. പക്ഷെ ഇപ്പം അവിടെ നിന്ന് 4000 അല്ല, അത്ര ആയില്ല കേട്ടോ. എന്നാലും ഏകദേശം എത്താനായിനി. പക്ഷേ ഫുള്ള് കുറഞ്ഞിപ്പോൾ 2 എത്രയോ ആയി. അതെന്താ അങ്ങനെ ആവില്ല എനിക്കറിയില്ല. ഇനി വീഡിയോ വ്യൂസ് ഇല്ലാഞ്ഞിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. വാച്ചിങ് അവറും കുറയാണ്. അപ്പോൾ അതിങ്ങനെ കുറയണ കാണുമ്പോൾ എന്തോ ഇങ്ങനെ ഒരു വിഷമം. അപ്പോൾ വീഡിയോ ഇടാനൊന്നും തോന്നണമില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവസ്ഥകൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടാണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. സബ്സ്ക്രൈബും ഷെയറൊക്കെ അടിക്കുക. അപ്പോൾ ഇനി നാളത്തെ വിശേഷമായിട്ട് നാളെ വരാം. ടാറ്റാ ബൈ ബൈ.